Hey hamsters! ഹാംസ്റ്റർ ടോക്കൺസ് ലിസ്റ്റിംഗിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഏൺ ഹാംസ്റ്റർ ഓൺ ഹാംസ്റ്റർ എന്ന ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റിംഗ്. ഈ ക്യാമ്പയിനിൽ ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഹാംസ്റ്റർ ഡെപ്പോസിറ്റുകൾക്ക് 300% വരെ APY നേടാനുള്ള അവസരമുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്താണ് ഈ APY എന്നതായിരിക്കും എല്ലാവരുടെയും ആദ്യത്തെ സംശയം. എല്ലാവരും ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം. ആനുവൽ പെർസെന്റേജ് yield എന്നതിന്റെ ചുരുക്ക രൂപമാണ് APY. ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വർഷത്തിൽ എത്ര റിട്ടേൺ കിട്ടും എന്നറിയാൻ APY കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതെങ്ങനെ ഇവര് പറഞ്ഞ സെനാരിയോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാന്ന് ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളൊരു 5000 ഹാംസ്റ്റർ ടോക്കൺസ് വാലറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ 7 ദിവസങ്ങൾക്ക് ശേഷം കിട്ടുന്ന റിവാർഡ് എന്ന് പറഞ്ഞാൽ 5000 ഇൻറ്റു 300/100 ഇൻറ്റു 7/365. അതെന്ന് പറഞ്ഞാൽ 287.67 അതിന് ഈക്വൽ ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി. അതായത് 5000 ഹാംസ്റ്റർ ടോക്കൺസിന് 287.67 ടോക്കൺസ് റിവാർഡായി കിട്ടും. APY കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതായത് കൂട്ടുപലിശയാണ് കണക്ക് കൂട്ടുക. APYയുടെ ലോജിക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ. ഇനി അവര് പറഞ്ഞ ക്യാമ്പയിൻ എങ്ങനെയാണെന്ന് നോക്കാം. ഹാംസ്റ്റർ കോമ്പാറ്റ് ടീം പറയുന്ന ക്രൈറ്റീരിയ പ്ലസ് കുറച്ച് ലൂപ്പ് ഹോൾസ് എന്ന തരത്തിലാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഹാംസ്റ്റർ ടോക്കൺസ് നിങ്ങളുടെ വാലറ്റ് ഏൺ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അവർ പറഞ്ഞത് പ്രകാരം 20 മുതൽ 20,000 വരെ ടോക്കൺസ് ഒരാൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനാവും. 7,000 വരെ ടോക്കൺസ് കിട്ടിയവരെയൊക്കെ അറിയാം. പക്ഷെ 20,000 ടോക്കൺസ് ഒക്കെ കിട്ടിയവരൊക്കെ ഉണ്ടോ? നിങ്ങൾക്കൊക്കെ എത്ര ടോക്കൺസ് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവോ? ഒരു തരത്തില് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് ടോപ്പ് അപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന നിമിഷം മുതൽ റിവാർഡ്സ് കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങുമെന്നാണ് അവർ പറയുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ. സോ എത്ര നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്യാനാവുമോ അത്രയും നേരത്തെ ടോക്കൺസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. എന്നാലേ പ്രോഫിറ്റ് കിട്ടൂ. റിവാർഡ്സ് ഡെയിലി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കത് ഡെയിലി ക്ലെയിം ചെയ്യാനും ആവും. അല്ലെങ്കിൽ ഒന്നിച്ച് ക്ലെയിം ചെയ്യാനും പറ്റും. പക്ഷെ ഒക്ടോബർ 8 മുൻപ് ചെയ്യണം എന്ന് മാത്രം. അല്ലെങ്കിൽ അവരത് റിവോക്ക് ചെയ്യും. നിങ്ങളുടെ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താലേ റിവാർഡ്സ് ആക്സസ് ചെയ്ത് എന്താ പറയാ ക്ലെയിം ചെയ്യാനാവുള്ളൂ. ഹാംസ്റ്റർ ടോക്കൺസ് ഒഫീഷ്യലി ലിസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് റിവാർഡ്സ് വിഡ്രോ ചെയ്യാനാവൂ. അത് നാളെയാണ് സെപ്റ്റംബർ 26 ലിസ്റ്റിംഗ് വരുന്നത്. ഇന്നലെ ഇന്നും നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടോക്കൺസിന്റെ എണ്ണം സെയിം ആണെങ്കിലും ഇന്നലെ കിട്ടിയ റിവാർഡ് ഇന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ലിസ്റ്റിംഗ് കഴിഞ്ഞാൽ ഹാംസ്റ്റർ ടോക്കന്റെ വാല്യൂ മാറാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് കണ്ടീഷൻ, ഡിമാൻഡ്, ലിക്വിഡിറ്റി അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ വില വരുന്നത്. ലിസ്റ്റിംഗിന് ശേഷം നിങ്ങൾ നിൽക്കുന്നത് ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിന്റെ റിയൽ പ്ലേ ഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് വലിയ ഫ്ലക്ച്വേഷൻസ് വിലയിൽ വരികയാണെങ്കിൽ റിവാർഡ് എമൗണ്ട് അതിനനുസരിച്ച് മാറും. ഡെപ്പോസിറ്റ് ചെയ്ത ടോക്കൺ അത്ര തന്നെ തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല എന്നർത്ഥം. പിന്നെ കിട്ടിയ റിവാർഡ്സ് വിഡ്രോ ചെയ്യണമെങ്കിൽ മിനിമം ഒരു ഹാംസ്റ്റർ ടോക്കൺ എങ്കിലും വേണം റിവാർഡായിട്ട്. സപ്പോസ് റിവാർഡായി കിട്ടിയത് 0.98 ഹാംസ്റ്റർ ടോക്കൺസ് ആണെങ്കിൽ വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. ഇനി സെപ്റ്റംബർ 24 ടു ഒക്ടോബർ 1 വരെയാണ് ഹാംസ്റ്റർ ടോക്കൺസ് ഡെപ്പോസിറ്റ് ചെയ്യാനാവുക. ഈ ക്യാമ്പയിന്റെ കാലാവധി അത്രയാണ്, ഡ്യൂറേഷൻ ശരിക്കും 8 ദിവസം. ടോട്ടൽ പ്രൈസ് പൂൾ അവർ പറയുന്നുണ്ട് 200 മില്യൺ ഹാംസ്റ്റർ ടോക്കൺസ്. അപ്പൊ പ്രൈസ് പൂള് കാലിയാവുന്നത് വരെ പരിപാടി കാണുള്ളൂ. അതായത് 200 മില്യൺ ടോക്കൺസ് റിവാർഡ്സ് ആയി വിതരണം ചെയ്ത് കഴിയുന്നത് എന്നാണോ അന്നത്തോടെ ക്യാമ്പയിൻ ഒഫീഷ്യലി അവസാനിക്കും. സോ ക്യാമ്പയിൻ ഡ്യൂറേഷൻ ഇതിൽ എത്ര യൂസേഴ്സ് പങ്കെടുത്തു എന്നതിനെ ആശ്രയിച്ചിരിക്കും. 8 ഡേയ്സും ക്യാമ്പയിൻ നടന്നോളണമെന്നില്ല. ഇനി നിങ്ങൾ ഇപ്പൊ കൈവശമുള്ള ടോക്കൺസ് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ KYC വെരിഫിക്കേഷൻ ഫെയിൽ ആയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റിവാർഡ്സ് എത്ര കിട്ടിയാലും അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡെപ്പോസിറ്റ് ചെയ്ത ടോക്കൺസ് ഏൺ അക്കൗണ്ടിൽ നിന്നും തിരിച്ച് വാലറ്റിലേക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത പോയിന്റ് എന്താ വെച്ചാല്, സപ്പോസ് നിങ്ങൾ ടോക്കൺസ് ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്ത് ക്യാമ്പയിന്റെ ഭാഗമായി ഇടയ്ക്ക് വെച്ച സംഭവം വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് ഡെപ്പോസിറ്റഡ് ടോക്കൺസ് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷെ പാർഷ്യൽ വിഡ്രോവൽ പറ്റില്ല. ഇൻ കേസ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ക്ലോസ് ചെയ്തു പോയി പിന്നെയും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് സാധിക്കും. പക്ഷെ APY റിട്ടേൺ റേറ്റ് ചേഞ്ച് ആവും.
പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ടെലിഗ്രാം വാലറ്റിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ ലിമിറ്റഡ് പെർമിഷൻസേ ഉള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല കേട്ടോ. അടുത്തത് നിങ്ങളുടെ വെരിഫിക്കേഷൻ. അത് ബേസിക് ഐഡന്റിഫിക്കേഷൻ ലെവൽ ആണെങ്കിൽ, അതായത് ഇനീഷ്യൽ ഓർ ലോവർ ലെവൽ ഓഫ് വെരിഫിക്കേഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ എങ്കിൽ ക്യാമ്പയിനിൽ പങ്കെടുക്കാം, പക്ഷെ റിവാർഡ്സ് ക്ലെയിം ചെയ്യാനാവില്ല. അതിന് എക്സ്റ്റെൻഡഡ് ഓർ അഡ്വാൻസ്ഡ് ഐഡന്റിഫിക്കേഷൻ ലെവൽസ് ഉണ്ടായിരിക്കണം. റിവാർഡ്സ് ക്ലെയിം ചെയ്യുന്ന ആ ഒരു ടൈം മുതൽ അത് നിങ്ങളുടെ വാലറ്റ് ബാലൻസിൽ എത്തുന്നതിന് അതുവരെയുള്ള അതിനിടയ്ക്കുള്ള സമയത്തിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും യൂസർ അഗ്രിമെന്റ്സ് നിങ്ങൾ വയലേറ്റ് ചെയ്താൽ റിവാർഡ്സ് ക്രെഡിറ്റ് ആവില്ല. അതുപോലെ റെസ്ട്രിക്റ്റഡ് ജൂറിസ്ഡിക്ഷൻസിന് കീഴിൽ വരുന്ന യൂസേഴ്സിന് ക്യാമ്പയിനിൽ പങ്കെടുക്കാനും പറ്റില്ല. ക്യാമ്പയിന്റെ റൂൾസ് ഡോക്യുമെന്റേഷനും FAQ ഡോക്യുമെന്റേഷനും വായിച്ചപ്പോൾ ഒരു ഡിസ്ക്രിപ്പൻസി കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് FAQയിലും ക്യാമ്പയിൻ പോസ്റ്ററിലും ഒക്കെ കണ്ടത് ഒരാൾക്ക് 20 മുതൽ 20,000 വരെ ടോക്കൺസ് ഡെപ്പോസിറ്റ് ചെയ്യാനാവും എന്നാണ്. പക്ഷെ റൂൾസ് ഡോക്യുമെന്റേഷനിൽ പറയുന്നത് 100 മുതൽ 1,00,000 വരെ ടോക്കൺസ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നാണ്. ഈ ലിമിറ്റില് വ്യത്യാസം വന്നേക്കാം എന്ന് അവർ പറയുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾക്ക് ആ FAQ ഡോക്യുമെന്റ് റെഫർ ചെയ്യാൻ പറയാണ്. ഇതിന്നും ഇനിയും ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസുമായി ഹാംസ്റ്റർ കോമ്പാറ്റ് ടീം മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടാതെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. ഫിനാൻഷ്യലി അതൊന്നും നമ്മൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ആ ഒരു പെർസ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ ഫർദർ ഇങ്ങനത്തെ ക്യാമ്പയിൻസ് ഉണ്ടാവുന്ന പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബെനഫിഷ്യൽ തന്നെയായിരിക്കും. പിന്നെ ഹാംസ്റ്റർ കോമ്പാറ്റ് ടീമുമായി നടത്തിയ ഒരു ഇന്റർവ്യൂവിന്റെ ബേസിസിൽ ബ്ലോക്ക് ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് നമ്മൾ മുന്നത്തെ വീഡിയോസിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇത്തരം ക്യാമ്പയിൻസ് ഫ്യൂച്ചറിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇവരുടെ ടീമിന്റെ ഒരു പ്രൊഫഷണൽ മോട്ടോ അങ്ങനെയാണ്. മാത്രമല്ല, കേൾക്കുമ്പോൾ ഒരുപാട് ഉണ്ടെന്ന് തോന്നുമെങ്കിലും ടോട്ടൽ സപ്ലൈയുടെ 0.2% ഹാംസ്റ്റർ ടോക്കൺസ് മാത്രമേ ഈ ക്യാമ്പയിൻ വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് അവര് ടേംസും കണ്ടീഷൻസിലും റൂൾസിലും ഒക്കെ പറയുന്നത്. പക്ഷെ എല്ലാം വായിക്കുമ്പോൾ കുറെ റെസ്ട്രിക്ഷൻസ് ഉള്ളതായിട്ടൊക്കെ തോന്നും. പക്ഷെ കമ്പാരിറ്റീവ്ലി റിലാക്സിങ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇതൊക്കെ. പ്രൊജക്ട് ഫ്ലോപ്പ് ആവാതിരിക്കാൻ യൂസേഴ്സിനെ മാക്സിമം എൻഗേജ് ചെയ്യണമെന്ന് ഹാംസ്റ്റർ കോമ്പാറ്റ് ടീമിന് നല്ല ബോധ്യമുണ്ട്. അതുകൂടാതെ എന്താ പറയാ, നമ്മുടെ എയർ ഡ്രോപ്പ് കഴിഞ്ഞു, എങ്ങനെ യൂസേഴ്സിനെ പിടിച്ചു നിർത്തണമെന്നും അങ്ങനെ യൂസേഴ്സ് സ്റ്റിക്ക് ചെയ്യുന്നത് വഴി മാക്സിമം ഇൻവെസ്റ്റേഴ്സിനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുക, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂസേഴ്സ് കൂടുന്തോറും ടോക്കന്റെ പ്രൈസ് കൂടും, കാരണം ഡിമാൻഡ് കൂടുകയാണല്ലോ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ബിയാൻസ് ഒരു ലോഞ്ച് പൂൾ അലേർട്ട് റൺ ചെയ്യുന്നുണ്ട്. അവരുടെ പ്ലാറ്റ്ഫോമിൽ BNBയും FDUSDയും കൈവശമുള്ള യൂസേഴ്സിന് ആ കോയിൻസ് സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ പകരം ഹാംസ്റ്റർ ടോക്കൺ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. BNB FDUSD എന്ന് പറഞ്ഞ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി വാല്യൂ ഉള്ള ക്രിപ്റ്റോ കറൻസീസ് ആണ്. ഇപ്പൊ തന്നെ 3 മില്യൺ ഹാംസ്റ്റർ ടോക്കൺസിന് പകരം 14 ബില്യൺ USDT മൂല്യമുള്ള BNB FDUSD കറൻസീസ് സ്റ്റേക്കിലാണ്, മീൻസ് ലോക്ക്ഡ് ആണ്. ഈ ഫാക്ടുകളൊക്കെ കണക്കിലെടുത്ത ഹാംസ്റ്റർ ടോക്കൺസ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ലാഭമാണോ നഷ്ടമാണോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത്രയും കാര്യങ്ങൾ നമ്മളെ ഡിസ്കസ് ചെയ്തുല്ലോ. ഇനി ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യൂ കേട്ടോ. പിന്നെ കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാല് പ്രഡിക്ഷനുകൾക്ക് അപ്പുറം എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പൊ എല്ലാവരുടെയും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം പൂവണിയട്ടെ. എന്താ പറയാ, നമ്മള് കേക്ക് ഫോർ സ്റ്റേക്ക് എന്നൊക്കെ പറയില്ലേ, അതുണ്ടാവട്ടെ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.